ചെങ്കടലിൽ വീണ്ടും ഹൂതി ആക്രമണം. US യുദ്ധക്കപ്പലായ ഹാരിസ് ട്രൂമാനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. US ലെമനിൽ ആക്രമണം നടത്തിയ ശേഷം ഇത് 4ാം തവണയാണ് യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത്. അതായത് 72 മണിക്കൂറിനുള്ളിൽ ഹൂതികൾ നടത്തുന്ന 4ാമത്തെ ആക്രമണമാണിത്. ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം. അതിനിടെ ഇസ്രായേലിലെ നൊവാറ്റിം എയർബേസിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. US ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് തുടർച്ചയായി US-നും ഇസ്രായേലിനും നേരെ ഹൂതികൾ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം തുടങ്ങിയതായി അതിനിടെ ഹൂതികൾ പ്രഖ്യാപിച്ചു. യമനിലെ സായുധ സേന മുഴുവൻ ശക്തിയോടെയും ആക്രമണം നടത്തുമെന്ന് ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി വ്യക്തമാക്കി. സ്വേച്ഛാധിപത്യത്തിനും അനീതിക്കും ഇസ്രായേലി ക്രൂരതകൾക്കുമെതിരായ പോരാട്ടമാണെന്നും ഹൂതി നേതാവ് പ്രഖ്യാപിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. പിന്നാലെ ഇതുവഴിയുള്ള കപ്പൽ സഞ്ചാരം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നിലച്ചിരുന്നു. ലോകം വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അതിനൊപ്പം ഇസ്രായേലിലും ഹൂതികൾ ആക്രമണം നടത്തി. അത്യാധുനിക ആയുധങ്ങളുമായി നിരന്തരം ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് ലോകശക്തിയായ US-നെ പോലും അമ്പരപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രസിദ്ധമായ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും നിഷ്പ്രഭമാക്കിയാണ് ഹൂതികൾ കളം നിറഞ്ഞ് ആക്രമിച്ചത്. ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെയാണ് ഹൂതികൾ ആയുധം താഴെ വെച്ചത്. എന്നാൽ ഗസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടതോടെ ചെങ്കടലിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ ഭീഷണി മുഴക്കി. പിന്നാലെയാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് US യമനെ ആക്രമിച്ചത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് US അവകാശപ്പെടുന്നത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS ട്രൂമാൻ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് US യമനെ ആക്രമിച്ചത്. ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ 3 തവണയാണ് ഹൂതികൾ US യുദ്ധക്കപ്പൽ ആക്രമിച്ചത്. അതിനിടെ ഗസയിൽ അതിശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. ഗസയിലെ വ്യോമാക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ നശിപ്പിക്കുക, ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഇത് രണ്ടുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ. ഇത് രണ്ടും സാധ്യമാകുന്നതുവരെ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. അതിനിടെ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹൂതികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഇസ്രായേലിന്റെ സുഹൃത്തായ US-നെതിരെ ആക്രമണം നടത്തുന്നതിനിടെയാണ് ഇസ്രായേലിനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. 400 പേരുടെ ജീവനെടുത്ത ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ സായുധ ഗ്രൂപ്പ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലിന് ഹൂതികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു.